ഇറാൻ പ്രസിഡന്റിനെ തടവിലാക്കി. പെസഷ്കിയാനെ ഇറാൻ സേന തുറുങ്കിലടച്ചു. ഇറാൻ പ്രസിഡന്റ് രാജിവെച്ചു എന്നാണ് പറയപ്പെടുന്നത്. രാജിക്കത്ത് സമർപ്പിച്ചു എന്ന് പറയുന്നത്. IRGCയുടെ നിഴലിൽ കുടുങ്ങിയത് സത്യത്തിൽ പ്രസിഡന്റായിട്ടുള്ള പെസഷ്കിയാനാണ്. തീപ്പൊരി നിറഞ്ഞ പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യത്തിനിടയിൽ ഇറാൻ പ്രസിഡന്റായിരുന്ന മസൂദ് പെസഷ്കിയാൻ രാജിവെക്കാൻ ശ്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഇറാന്റെ അധികാര ഘടനയിൽ സൈനിക ശക്തിയായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കൂടുതൽ സ്വാധീനം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ തീരുമാനമെടുക്കൽ അധികാരം ക്രമേണ ചുരുങ്ങുകയാണ് എന്നും ആരോപിച്ചുകൊണ്ട് പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നു. വിദേശ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണെങ്കിലും പെസഷ്കിയാൻ ചെയ്തിരിക്കുന്നത് രാജിവെച്ച് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ അവകാശവാദങ്ങളെ ഇറാൻ സർക്കാർ ശക്തമായിട്ട് നിഷേധിക്കുകയും പ്രസിഡന്റ് തന്റെ ചുമതലകൾ സാധാരണ നിലയിൽ തുടരുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള മാധ്യമ സ്ഥാപനമായിട്ടുള്ള ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവാദത്തിന് തുടക്കമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. റിപ്പോർട്ട് പ്രകാരം ഇറാനിലെ സുപ്രീം നേതൃ കേന്ദ്രത്തിലേക്ക് പെസഷ്കിയാൻ ഔദ്യോഗിക രാജിക്കത്ത് സമർപ്പിച്ചു എന്നാണ് അവകാശപ്പെട്ടത്. രാജ്യത്തെ നിർണായകമായിട്ടുള്ള സുരക്ഷാ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പങ്ക് കുറയുകയും പകരം IRGCയുമായി ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള വിഭാഗങ്ങൾ കാര്യങ്ങൾക്ക് നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്ന ആശങ്കയാണ് പ്രസിഡന്റ് പെസഷ്കിയാനെ ഈ നീക്കത്തിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ ഭരണ സംവിധാനത്തെ മനസ്സിലാക്കുമ്പോൾ ഈ വാർത്തയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. രാജ്യത്തിന്റെ പരമോന്നത അധികാരം പ്രസിഡന്റിനല്ല, മറിച്ച് മുജ്തബ അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം ലീഡർ സംവിധാനത്തിനാണ്. പ്രസിഡന്റും മന്ത്രിസഭയും ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് എങ്കിലും പ്രതിരോധം, ദേശീയ സുരക്ഷ, വിദേശ നയം തുടങ്ങിയ മേഖലകളിൽ സുപ്രീം നേതാവിനും IRGCക്കും വലിയ സ്വാധീനമുണ്ട് എന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സർക്കാർ നയരൂപീകരണത്തിൽ സൈനിക ശക്തികളുടെ ഇടപെടൽ വർദ്ധിക്കുന്നുവെന്നുള്ള ആരോപണം വരുന്നാൽ അത് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വലിയ ഭിന്നതയുടെ സൂചനയായി വിലയിരുത്തപ്പെടുന്നതാണ്. എന്നാൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇറാനിലെ ഔദ്യോഗിക വൃത്തങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു. IRGCയുമായി അടുത്ത ബന്ധമുള്ള വാർത്താ ഏജൻസിയായിട്ടുള്ള തസ്നീം ന്യൂസ് ഏജൻസി എന്ന് പറയപ്പെടുന്ന സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. പ്രസിഡന്റ് രാജിവെച്ചിട്ടില്ല എന്നും ഭരണകാര്യങ്ങളിൽ പതിവ് പോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നും ഒക്കെ അവർ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ലെന്നും ഔദ്യോഗിക പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പ്രസിഡന്റിനെ തടവിലാക്കുക എന്നുള്ളത് ഇറാൻ സേന തന്നെ ഏറ്റെടുത്തിരിക്കുന്ന പോലെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. പ്രസിഡന്റ് ഓഫീസും അതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള സയ്യിദ് മഹ്ദി തബതായി വിദേശ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നുള്ള ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ പങ്കുവച്ച സന്ദേശത്തിൽ ചില വിദേശ മാധ്യമങ്ങൾ യാഥാർത്ഥ്യത്തിന് പകരം സ്വന്തം രാഷ്ട്രീയ ആഗ്രഹങ്ങൾ വാർത്തയായി അവതരിപ്പിക്കുകയാണ് എന്ന് വിമർശിക്കുന്നു. ജനങ്ങളെ സേവിക്കുവാനുള്ള പ്രതിബദ്ധതയിൽ നിന്ന് പ്രസിഡന്റ് പിന്നോട്ടില്ല എന്നും ദേശീയ ഐക്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പാതയിൽ നിന്ന് ഇറാൻ വഴിമാറില്ല എന്നും അവർ വ്യക്തമാക്കുകയാണ്. എന്നിരുന്നാലും ഈ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിക്കുവാൻ മറ്റൊരു പ്രധാന കാരണവുമുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇറാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട സിവിലിയൻ ഭരണകൂടവും സുരക്ഷാ സൈനിക സംവിധാനങ്ങളും തമ്മിലുള്ള അധികാര സമവാക്യത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് IRGCയുടെ സ്വാധീനം ഭരണത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ പല നിരീക്ഷകരും ഉന്നയിച്ചിട്ടുമുണ്ട്. സാമ്പത്തിക രംഗം മുതൽ വിദേശ നയം വരെയുള്ള മേഖലകളിൽ ഈ സൈനിക സംഘടനയ്ക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്നാണ് പല അന്താരാഷ്ട്ര പഠനങ്ങളും സൂചിപ്പിക്കുന്നത് പോലെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ദ ന്യൂയോർക്ക് ടൈംസ് ഇറാനിലെ നിർണായക നയ തീരുമാനങ്ങൾ രൂപപ്പെടുന്നതിൽ സ്വാധീനമുള്ള ഒരു ചെറിയ നേതൃസംഘത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അതിലെ പലരും നിലവിലുള്ളതോ അല്ലെങ്കിൽ മുൻകാലത്തോ ആയിട്ടുള്ള IRGC കമാൻഡർമാരാണെന്നുള്ള റിപ്പോർട്ടുകളടക്കം സൂചിപ്പിക്കുന്നുണ്ട്. ഔദ്യോഗിക അധികാരം സുപ്രീം നേതാവിനും ഭരണകൂടത്തിനുമാണ് എങ്കിലും രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ സ്വാധീന കേന്ദ്രങ്ങളുടെ അഭിപ്രായം നിർണായകമാകുന്നുവെന്നാണ് വിലയിരുത്തൽ. IRGCയുടെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ അതിന് പിന്നിൽ ചരിത്രപരമായിട്ടുള്ള ഘടകങ്ങൾ അടക്കമുണ്ട്. 1980 മുതൽ 1988 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം ഈ സംഘടനയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുവാൻ പ്രധാന കാരണങ്ങളിലൊന്നാണ്. യുദ്ധകാലത്ത് രൂപപ്പെട്ട നേതൃബന്ധങ്ങളും സുരക്ഷാ ചിന്തകളും പിന്നീട് രാജ്യത്തിന്റെ ഭരണഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ഘടനകളെ സ്വാധീനിച്ചു എന്നുള്ള. അപ്പൊ അതിനാൽ അവിടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ IRGCക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോൾ പുറത്തു വന്ന രാജ്യവിവാദം യാഥാർത്ഥ്യമാണോ എന്ന കാര്യത്തിൽ വ്യക്തമായ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഔദ്യോഗികമായിട്ട് ഇറാൻ സർക്കാർ ഇത് നിഷേധിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സംഭവം വീണ്ടും ഒരിക്കൽ കൂടി ഇറാനിലെ സിവിലിയൻ ഭരണകൂടവും സുരക്ഷാ സൈനിക ശക്തികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇന്ധനമായിരിക്കുകയാണ്. അപ്പൊ പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാവുകയും അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇറാനിലെ അധികാര കേന്ദ്രങ്ങൾക്കുള്ളിലെ സമവാക്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ വിവാദം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്.
പ്രസിഡന്റ് പെസഷ്കിയാനെ ഇറാൻ സേന തടവിലാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ അതിനകത്ത് ഒരു അതിശയോക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇറാൻ പ്രസിഡന്റ് രാജിവെക്കുകയോ അല്ലെങ്കിൽ ഇറാൻ പ്രസിഡന്റിനെ ഇറാൻ സേന തന്നെ പുറത്താക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് അത് എത്തിച്ചേർന്നേക്കാം. കാരണം പെസഷ്കിയാനെ തടവിലാക്കുകയോ ഇറാൻ പ്രസിഡന്റുള്ള പെസഷ്കിയാനെ ഇറാൻ സേന തന്നെ പുറത്താക്കുകയോ ചെയ്യുന്ന കാലം വിദൂരമല്ല എന്നർത്ഥം.